നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? തീർന്നിത് കുറച്ചുകൂടെ അടിക്കണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് പോയി അല്ലെങ്കിൽ ഞാൻ ഷോത്തിന് അടിക്കണ്ടായത്. നല്ല ടേസ്റ്റ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പിന്നെന്താ പരിപാടി? അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഓറഞ്ച് മേടിച്ചിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് അടിക്കാന്ന് വെച്ചു. അതെ, നമ്മളിന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നിയില്ലേ ചൂട്, നല്ല ചൂടാണ്. അപ്പം ജസ്റ്റ് നമ്മൾ ആദ്യം വേറെ ഇല്ലേ നമ്മൾ ആദ്യം പൈനാപ്പിൾ എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ പൈനാപ്പിൾ കിട്ടിയില്ല. നമ്മൾ കുറേ സ്ഥലത്ത് പോയി എവിടെയും കിട്ടിയില്ല. അപ്പം നമുക്ക് ഇനി ഓറഞ്ച് എടുത്ത് അപ്പം ജസ്റ്റ് ഒരു കൊച്ചൊരു വീഡിയോ ഇല്ലേ, ചെറിയൊരു വീഡിയോ ആയിരിക്കും. നമുക്കൊരു ഓറഞ്ച് അടിച്ച് കുടിക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് പണിയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓറഞ്ചൊക്കെ അവൻ അവിടെ കഴുകുന്നുണ്ട്. നമ്മുടെ ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അന്നിന്ന് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ എടുക്കുന്നത് ഇവിടെ അല്ലായിരുന്നു. നമ്മുടെ അവിടെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് ഏകദേശം എല്ലാം സെറ്റാക്കി എടുത്ത്. എന്തായാലും നമ്മുടെ ഓറഞ്ച് എല്ലാം അവിടെ കഴുകുന്നുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ജ്യൂസ് വീഡിയോ, അല്ലാതെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ ജ്യൂസ് അടിക്കുന്നത് അതേപോലെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ സ്ഥിരം വീഡിയോ ചെയ്യാറുള്ള പോലെ നമ്മുടെ ടേബിളിൽ സെറ്റാക്കി നമ്മുടെ മിക്സിയും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മളതിൻ്റെ ഓറഞ്ച് ഇവിടെ കഴുകി എടുക്കുന്നുണ്ട്. നല്ല 3 കിലോ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ഓറഞ്ച്. 3 കിലോ. നല്ല ഇതിലെ സ്റ്റിക്കറൊക്കെ കളഞ്ഞോടാ. നന്നായിട്ട് അതാ നല്ലപോലെ കഴുകി നമുക്ക് എടുക്കാം. നമ്മളെന്തായാലും തൊലിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. അകത്തെ സാധനമാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു പുറം ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കുവാണ്. നമ്മൾ ഈ വാങ്ങിക്കുന്ന ഓറഞ്ചിന് ഓറഞ്ച് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ടും വാങ്ങിക്കുമ്പം ഇതിലിങ്ങനെ ഒരു സ്റ്റിക്കർ കാണും. ഇതിലും ഉണ്ടായിരുന്നു, ഇത് ഞങ്ങൾ ഇളക്കി കളഞ്ഞു. ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന ഭാഗത്ത് ചിലപ്പം ഒരു കേടോ അങ്ങനെയുള്ള ഭാഗങ്ങളായിരിക്കും കൂടുതൽ ആൾക്കാർ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. കണ്ടേ, ഇതിലൊക്കെ ഇതേപോലെ സ്റ്റിക്കർ കാണും. ഇതിൻ്റെ അടിയിൽ ചിലപ്പം കേടുള്ളിടത്തായിരിക്കും അവർ മാക്സിമം സ്റ്റിക്കർ ഇതേപോലെ ഒട്ടിച്ച് വെക്കുന്നത്. എന്തായാലും നമ്മളെടുത്ത് തന്നെ വലിയ കുഴപ്പമില്ലെന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. നന്നായിട്ട് ഇളക്കാൻ നന്നായിട്ട് കഴുകുകയും വേണമല്ലേ? അതെ തന്നെ, എന്നാലേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. നല്ല പോലെ ഇത് കഴുകി 3 നമ്മൾ ഇനി കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ കഴുകിയിട്ട് നമുക്ക് ബാക്കി നമുക്ക് മേശപ്പുറത്ത് വെച്ച് കാണാം. ഇതെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. 2-3 വട്ടം കഴുകിയില്ലേ? 2 വട്ടം കഴുകിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ എല്ലാം ചെയ്യുന്നേ. നല്ല പുളിപ്പുണ്ടെന്ന് തോന്നില്ലേ? നല്ല കണ്ടിട്ട് തോന്നുന്നു. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇത് നന്നായിട്ട് പൊളിച്ചെടുക്കാം. നല്ല പുളിയുണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് എല്ലാം നമ്മൾ മൊത്തം ഇതിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊലിയൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ ജ്യൂസ് അടിക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മിക്സിയിലോട്ട് നമ്മുടെ ഇനി ഓറഞ്ച് ഇട്ട് നമുക്ക് പഞ്ചസാരയും കൂടെ അതിനനുസരിച്ച് കുറച്ചു ഇട്ടിട്ട് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്തായാലും അത് നമ്മൾ കുറച്ച് ഇടണം. നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മ കാണും. വെള്ളം ഒഴിക്കാം. ഇല്ലേ മറ്റേ ഇതായിട്ടിരിക്കുമല്ലേ? അതാ പേസ്റ്റ് പരിപാടി പോകും. കുറച്ച് ഒഴിച്ചോ മതി. ഇനി പഞ്ചസാര. ഇനി നമുക്ക് പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെത്ര 1 കിലോ എടുത്തില്ലേ? 1 കിലോ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പോരായ വരും. അതാ എന്തായാലും നോക്കാം. കുറച്ചൊരു ഇട്ടാ മതി. നമുക്ക് ഇത് നേരെ അടിച്ചെടുക്കാം. ഓക്കെ. നമുക്ക് കറക്റ്റ് നമുക്കിനി ഒഴിക്കല്ലേ? അരിച്ച് വേണം നമ്മൾ ഒഴിക്കാൻ. അതെ, ഇല്ലേ എന്തേലും നമ്മളത് അരിച്ച് കുരുവും മണിയും കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ അരിച്ച് കിടക്കിക്കാം. വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിക്കാം. ഇതിൻ്റെ ആ ഒരു കട നമുക്ക് ആ ഓറഞ്ചിൽ വേസ്റ്റ് വരുന്ന കുരുവൊക്കെ നമുക്ക് സെപ്പറേറ്റ് പോകുന്നുണ്ട്.
മറ്റു വേസ്റ്റും കാര്യങ്ങളും എല്ലാം മറ്റേ കാണിച്ചേ. ഓറഞ്ച് നല്ല ശുദ്ധമായ അല്ലേ, നാച്ചുറൽ. ഇനി നമുക്ക് ബാക്കി അടിച്ചെടുക്കാം അല്ലേ? ബാക്കി നമുക്ക് അടിച്ചെടുക്കാം. നമ്മള് ലാസ്റ്റ് അടിയാണ് അടിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ആയി ഫുള്ള് ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുകൂടെ അടിച്ചിട്ട് നമുക്ക് നമ്മുടെ പഞ്ചസാരയൊക്കെ കറക്റ്റ് ആണ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് വീട്ടുകാർക്കൊക്കെ കൊടുക്കേണ്ടതാണ്. നമുക്ക് ഇതുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മളെ കണ്ട് ഇത്ര അടിച്ചില്ലേ, അതാണ് ഇവിടെ ഇരിപ്പുണ്ട്. സെറ്റാക്കി. ഇനി നമുക്കിത് ബാക്കി അടിച്ചെടുക്കാം അല്ലേ? പോരട്ടെ അടുത്തടി. നമ്മുടെ ജ്യൂസ് ഞങ്ങൾ ജസ്റ്റ് കുടിക്കാൻ വേണ്ടി സാമ്പിൾ കുറച്ചെടുത്തു. ബാക്കി നമുക്ക് തണുപ്പിക്കാൻ നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാം. തണുപ്പിച്ച് കുടിക്കണം, നല്ല ടേസ്റ്റ് വരുത്തുള്ളൂ. നമ്മളിപ്പം സാമ്പിൾ എടുത്തേ ഉള്ളൂ. അതെ, നമ്മളിപ്പോ സാമ്പിൾ കുടിക്കാൻ വേണ്ടി കുറച്ചെടുത്തു. ബാക്കി നമ്മൾ തണുപ്പിക്കാൻ വെച്ചേക്കണം. അപ്പൊ നമുക്ക് നേരെ ഇത് കുടിക്കാൻ നമുക്ക് എങ്ങനെ ഉണ്ട്. നമ്മൾ ഇത്ര നേരം ഉണ്ടാക്കിയതല്ലേ, അതിനകത്ത് നമ്മളെ കണ്ട അരിച്ച എടുത്ത കേട്ടോ, ഒരിത് പോലും ഇല്ല. അടച്ചു വെച്ചേക്കാം. കുടിക്കാൻ പോകട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അസല് ടാങ്ക് കലക്കി പോലിരിക്കുന്നത് കണ്ടിട്ട്. നമ്മൾ ആദ്യം കടച്ചയ്ക്ക് വാങ്ങിക്കുന്നത്, പിന്നെ നമ്മൾ വിചാരിച്ച ഓറഞ്ച് ഇല്ലേ, ഓറഞ്ച്. നമുക്ക് എന്തായാലും നമ്മൾ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും കുടിക്കാം. കുടിച്ചു നോക്കാം. അപ്പൊ കുടിക്കല്ലേ? കൊള്ളാം, എങ്ങനെയുണ്ട്? അടിപൊളി. പക്ക നമ്മള് കടയിലൊക്കെ ജ്യൂസ് കുടിക്കുന്നില്ലേ, സാധനം കറക്റ്റ് മതി കേട്ടോ. നമ്മൾ ഓവറായിട്ട് ഇട്ടിട്ടില്ല, കുറവില്ലല്ലേ, കുറച്ച് അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് തണുപ്പിച്ച് കുടിച്ചാലേ, തണുപ്പിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഭയങ്കര. നീ കുടിക്കുന്നില്ല? ഒരു ജ്യൂസിന്റെ ആ ഒരു സത്യം പറയാലോ, നല്ല കിടിലനായിട്ട് അല്ലേ, ചുമ്മാ അറിയില്ല. കറക്റ്റ് മധുരം. നമ്മളാണ് മധുരം നോക്കിയായിരുന്നു ആദ്യം ഇരിച്ചിട്ട് പറഞ്ഞു. നമ്മൾ എന്നിട്ട് മധുരം പൊടിച്ച് ചേർത്തില്ലേ, കറക്റ്റ് നമ്മുടെ കയ്യിലുള്ള പഞ്ചസാര കുറച്ച് പൊടിച്ച് ചേർത്ത് സാധനം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു പുളിയോ അങ്ങനൊന്നും ഇല്ല, കറക്റ്റ് മധുരം. ഓവർ മധുരമല്ല, ഇതും അല്ലല്ലേ. ഇനി നമ്മൾ തണുപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി വീട്ടിൽ അമ്മയൊക്കെ വെള്ളോട്ട് പോയിക്കുക, ഇനി അവർക്ക് കൊടുക്കണമല്ലേ, അവരെ ഇട്ടു കിലൻ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ തണുത്ത വെള്ളത്തിലല്ല കലക്കിയത്, എന്ന് വെച്ചാൽ നമ്മള് അടിച്ചപ്പോഴേ നമ്മൾ തണുത്തോളം വെച്ചില്ലായിരുന്നു. പിന്നെ നമ്മൾ നോർമൽ തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ ചെയ്തേ. എന്തായാലും സാധനം അടിപൊളിയല്ലേ, ഒന്നും പറയാനില്ല, കിലൻ സാധനം. നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ചൂടൊക്കെ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൂട്ട്സ് പോയി വാങ്ങിച്ചു. നമ്മൾ ഉച്ചയ്ക്ക് ഫ്രൂട്ട് പോയി വാങ്ങിച്ചു, ഒന്ന് നോക്കിയിട്ട് അങ്ങ് അടിച്ച് കുടിച്ചു, അത്രേ ഉള്ളൂ. ഈ ടൈമിലാണ് നമ്മൾ ഇതൊക്കെ കുടിക്കുകയൊക്കെ വേണ്ടത്. ശരിയാ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്നൊരു കൊച്ചു വീഡിയോ ഒരു ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചില്ലേ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും നമുക്ക് വീഡിയോക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പവർ കിട്ടത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും വായിക്കാമല്ലോ. ഓക്കെ. അപ്പൊ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.